going to discuss about chi-square distribution. Chi-square distribution. കാൾ പിയേഴ്സനാണ് chi-square distribution ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ chi-square നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പിൾ കൊണ്ടാണ്. ഓക്കെ, എക്സ് ഇങ്ങനെ ചരിച്ചിട്ടിട്ട് അതിന് മുകളിൽ സ്ക്വയർ, അതാണ് chi-square എന്ന് പറഞ്ഞാൽ. ഓക്കെ, chi-square ഈസ് എ റാൻഡം വേരിയബിൾ യൂസ്ഡ് ആസ് എ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലാണ് നമ്മൾ chi-square യൂസ് ചെയ്യാറുള്ളത്. അറ്റ് എ റാൻഡം സാമ്പിൾ x1, x2, etc. xn be taken from a normal population with മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. നമ്മൾ x1, x2, etc. xn എല്ലാം എടുത്തിട്ടുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന് മീനും മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയർ വരുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ x1, x2, etc. xn എടുത്തിട്ടുള്ളത്. ദറ്റ് ഈസ് xi ഫോളോസ് n ഓഫ് മ്യൂ സിഗ്മ സ്ക്വയർ. We define as the sum of the square of standard normal variate, that is chi-square equal to എന്താണ് summation I equal to 1 to n x bar minus mu by sigma the whole square. നോട്ട് ചെയ്ത് വെക്കുക, chi-square എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ദി ഹോൾ സ്ക്വയർ ആണ്. ഇത് നമുക്ക് ഈ chi-square ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ നമ്മൾ z(i)² വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് chi-square കണ്ടുപിടിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് chi-square ഈക്വൽ എന്താണ്, സിൻസ് xi ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മ്യൂ സിഗ്മ സ്ക്വയർ, വി ഷാൽ ഫസ്റ്റ് ഫൈൻഡ് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് z(i)² ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് x bar minus mu by sigma the square, that is square of the standard normal variate, that is mzi² equal to എന്താണ് expectation of e raised to t zi², that's equal to എന്താണ് integral minus infinity to infinity e raised to t zi². നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് 1 by sigma root 2 pi e raised to minus xi minus mu the square by 2 sigma square to dxi. Put xi minus mu by sigma equal to zi, then dxi equal to നമുക്ക് എന്ത് വരും, സിഗ്മ ഇൻറ്റു ഡി സെറ്റ് ആയി വരും. ദെൻ ഡി സെറ്റ് ആയി നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ സിഗ്മയും ഇവിടുത്തെ സിഗ്മ ഡി സെറ്റ് ആയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തുണ്ടാവും, ഇൻറ്റഗ്രൽ 0 to infinity, ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to t zi² 1 by root 2 pi e raised to minus zi² by 2 into d zi. 1 by root 2 pi പുറത്തെടുക്കാം, ബാക്കി എന്ത് വരും, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus zi² 1 by 2 t by 2, കാരണം ഇവിടെ e raised to t zi² ഉണ്ട്, ഇവിടെ e raised to minus zi² by 2 ഉണ്ട്, രണ്ടുകൂടി കമ്പൈൻ ചെയ്തു. Then put root of minus 1 by 2 t zi equal to ui, then root of 1 minus 2 t d zi equal to dui വരും. Then substitute നമുക്ക് തരും 1 by root 2 pi integral minus infinity to infinity e raised to minus ui² by 2 dui by root of 1 minus 2 t വരും. ഓക്കെ, 1 by root of 1 minus 2 t കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാൻ പറ്റും, ബാക്കി ഉണ്ടാവും 1 by root of 1 by root of 1 minus 2 t into 1 by root 2 pi integral minus infinity to infinity e raised to minus ui² by 2 dui. 1 by root 2 pi integral minus infinity to infinity e raised to minus ui² by 2 dui എന്ന് പറഞ്ഞാൽ 1 ആണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ. ദെൻ ഇത്രയും ടൈം 1 ആയിട്ട് പോകും, ബാക്കി എന്തുണ്ടാവുക 1 by root of 1 minus 2 t വരും. ദാറ്റ് ഈസ് mzi², മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് zi² ഈക്വൽ ടു എന്ത് വന്നു, 1 by root of 1 minus 2 t, ദാറ്റ്സ് ഈക്വൽ ടു 1 minus 2 t all raised to minus 1 by 2 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ടു ഫൈൻഡ് ദി മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് chi-square, that's equal to summation I equal to 1 to n x bar minus mu by sigma the whole square, that's equal to xi minus mu by sigma നമ്മൾ zi കൊടുത്തിട്ടുണ്ട്. Then x bar minus mu by sigma എന്ത് വരും, summation zi². Then we have m chi-square of t, that is moment generative function of chi-square equal to എന്ത് വരും, m summation zi² of t. Okay, that's equal to product of I equal to 1 to n m zi² of t വരും. m zi² of t I equal to 1 ആകുമ്പോൾ നമുക്ക് 1 by 2 t all raised to minus 1 by 2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, m zi², that's equal to I equal to 1 to n 1 minus 2 t all raised to minus 1 by 2 വരും. 1 minus 2 t all raised to 1 by 2 എന്താണ്, n ടൈംസ് പ്രൊഡക്റ്റ് എടുക്കാതാണ്, എന്താണ് all raised to n വരും, that is 1 minus 2 t all raised to minus n by 2. that is moment generative function of chi-square distribution equal to എന്താണ് 1 minus 2 t all raised to minus n by 2. Then note, this is the moment generating function of gamma distribution with p equal to n by 2 and m equal to 2. ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ പിക്ക് പകരം n by 2 എമ്മിന് പകരം 2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് chi-square variate is f of chi-square equal to 1 by 2 all raised to n by 2 divided by gamma n by 2 e raised to minus chi-square by 2 chi-square all raised to n by 2 minus 1 for chi-square greater than 0 otherwise. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നോട്ട് ചെയ്ത് വെക്കാം. It involves only one parameter n and is called the degrees of freedom.
Okay, thus the chi-square statistic summation I equal to 1 to n x bar minus mu by sigma square is based on n degrees of freedom. ഓക്കെ, ഇപ്പോൾ chi-square ഡിസ്ട്രിബ്യൂഷനിൽ ആകെ ഒരു പാരാമീറ്ററുള്ളൂ n, അത് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ ടൈം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഡെഫിനിഷൻ നമ്മൾ chi-square ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ chi-square അസ്യൂമിങ് വാല്യൂസ് 0 to infinity. ഇവിടെ എ കണ്ടിന്യൂ ആണ്, a continuous അല്ല, a continuous random variable. Okay, is said to follow a chi-square distribution with the n degrees of freedom if its probability density function is given by f of chi-square equal to 1 by 2 all raised to n by 2 divided by gamma of n by 2 e raised to minus chi-square by 2 chi-square all raised to n by 2 minus 1 for 0 less than or equal to chi-square less than or equal to infinity 0 otherwise. അപ്പോൾ chi-square ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിൾ n ഡിഗ്രീസ് ഓഫ് ഫ്രീഡമുള്ള റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഇതെന്ന് പറഞ്ഞു. ഓക്കെ, ഹിയർ n is the parameter of the distribution and we write this as chi-square follows chi-square of n degrees of freedom. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ chi-square ഡിസ്ട്രിബ്യൂഷൻ. എങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക chi-square which follows chi-square distribution with n degrees of freedom. ഓക്കെ, chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, നമ്മൾ n കൊടുക്കുന്ന പകരം വി എന്ന് പറഞ്ഞാൽ chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയുന്നതിനനുസരിച്ച് എന്താണ് ഗ്രാഫിന് സംഭവിക്കുന്നത് നോക്കുക. ഓക്കെ, അത് കൂടുന്നതനുസരിച്ച് എന്താണ് ഗ്രാഫിന് സംഭവിക്കുന്നത് നോക്കുക. ഈ ഗ്രാഫ് നമുക്ക് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറ്റും. ദി ഷേപ്പ് ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂസ് ഓഫ് n. നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് n ഡിപ്പെൻഡ് ചെയ്യാനാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ n തന്നെയാണ് ഗ്രാഫിൽ വി നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഫോർ സ്മാൾ വാല്യൂസ് ഓഫ് n ദ കർവ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. അല്ലെ, ഗ്രാഫ് നോക്കാം. As n increases the curve approaches to symmetrically rapidly. Okay, for large values of n the chi-square approximately normally distributed ആയിട്ട് വരും. The distribution is unimodal and continuous. അപ്പോൾ ലാർജ് വാല്യൂ ഓഫ് n ആയിട്ട് വരുമ്പോൾ chi-square എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെ, ബെൽ ഷേപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, degrees of freedom. Originally, there are n degrees of freedom in a sample of an observation. An observation will n degrees of freedom ആയിരിക്കും. But 1 degrees of freedom is used to calculating x bar. x bar calculate ചെയ്തിട്ട് നമ്മൾ 1 degrees of freedom യൂസ് ചെയ്യുന്നുണ്ട്. Leaving only n minus 1 degrees of freedom for the residuals xi minus x bar to calculate s square. Okay. That is example, consider a sample of 3 observational sample നമ്മൾ എടുത്തു. Let di stands for the deviation from the mean. Then d1 plus d2 plus d3 എന്തായിട്ട് വരണം, 0 വരണം. Okay, we complete freedom in assigning values to any 2 of 3 observations. 3 observations രണ്ടെണ്ണത്തിൽ നമ്മൾ കംപ്ലീറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ അസൈൻ ചെയ്തു. ദെൻ ഒന്ന് എന്ത് ചെയ്യും, റിമൈനിങ് അയച്ചു വരും. ആഫ്റ്റർ അസൈനിങ് വാല്യൂസ് ടു എനി 2 we have no degrees in finding the other values because the later is already determined. If we assigning values to d1 equal to 8, d2 equal to minus 5, hence d3 has complete freedom in assigning values to any n minus 1 deviation. That is, they are independent deviation. Okay, the complete freedom is called the degrees of freedom. Accordingly, the sample variance s square has n minus 1 degrees of freedom. അപ്പോൾ n minus 1 degrees of freedom ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക, s square സാമ്പിൾ വേരിയൻസിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, the sum of squared deviation from the population mean mu, that is summation xi minus mu, this square has n degrees of freedom because summation xi minus mu need not be 0. Okay, xi minus mu, summation xi minus mu 0 ആകാൻ പാടില്ലാത്തതുകൊണ്ട് സ്ക്വയർ ഡീവിയേഷൻ പോപ്പുലേഷൻ മീനിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ n ആയിരിക്കും. സാമ്പിൾ വേരിയൻസിന്റെ n minus 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ലെറ്റ് us take the sample of size n equal to 3. 3 ആണ് നമ്മുടെ സാമ്പിൾ സൈസ്, whose average is equal to എത്രയാണ്, 5 ആണ്. Therefore, this sum of the observations must be 15 ആയിരിക്കും. Okay, that means x1 plus x2 plus x3 എന്തായിട്ട് വേണം, 0 വേണം. Okay, we have complete freedom in assigning values of to any 2 of 3 observation ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ നമ്മൾ കംപ്ലീറ്റ് ഫ്രീഡം, അതായത് 50 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒന്നും പേരുടെ ബാക്കി അയച്ചു വരും. After assigning values to any 2, we have no freedom in finding the other values because the later is already determined. If we assigning values x1 equal to 3, x2 equal to 8, x1 3, x2 8 ആയിട്ട് വരികയാണെങ്കിൽ ആകെ എത്ര വന്നു, ഇപ്പം 11 വന്നു, ബാക്കി എത്ര ഉണ്ടായിരിക്കും, 4 ഉണ്ടായിരിക്കും. Hence x3 എന്ത് വരും, 4 assign ചെയ്യും. Okay, given the mean, we have the only n minus 1 degrees of freedom to compute the mean of a set of n observation. Here we have complete freedom in assigning values to any n minus 1 observation, that is, they are independent observation.
complete freedom, sorry, the complete freedom is called the degrees of freedom. Complete freedom നമ്മൾ degrees of freedom യൂസ് ചെയ്യും. അതിന് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നതാണ് വി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും, സ്മോൾ എച്ച് വി. ഓക്കെ, അക്കോർഡിംഗ് ദി സാമ്പിൾ വേരിയൻസ് ഹാസ് n-1 degrees of freedom, but the sum of square deviation from the population mean mu summation xi minus mu square has n degrees of freedom ആയിരിക്കും. Thus, by degrees of freedom, we means that the number of independent observation in a distribution or a set. Okay, അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്ന ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു സെറ്റിൽ ഉണ്ടാകുന്ന ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ നമ്മൾ എന്ത് വിളിക്കുക, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് chi-square ഡിസ്ട്രിബ്യൂഷൻസിന്റെ മൊമെന്റ്സ്, അതായത് മീന്, വേരിയൻസ്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് മീൻ. ഫസ്റ്റ് വൺ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് chi-square. ഓക്കെ, ഇന്റഗ്രൽ 0 to infinity chi-square into f of chi-square dx chi-square. ഓക്കെ, ദാറ്റ് ഈസ് എന്തായാലും f of chi-square നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ 0 to infinity chi-square 1/2 all raised to n/2 divided by gamma n/2 e raised to minus chi-square by 2 chi-square all raised to n/2 minus 1 d chi-square. ഇവിടെ chi-square ഉണ്ട്, ഇവിടെ chi-square all raised to n/2 minus 1. അപ്പോൾ ടോട്ടൽ എന്ത് വരും, chi-square all raised to n/2 വരും. ഓക്കെ, ഇവിടുത്തെ 1 ഇവിടുത്തെ -1 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് കിട്ടും, ഈക്വൽ ടു 1/2 all raised to n/2 divided by gamma n/2 ഇന്റഗ്രൽ 0 to infinity e raised to chi-square by 2 chi-square all raised to n/2 plus 1 minus 1 ആക്കിയത്. ഇത് എന്തിനാ നമ്മൾ ഇങ്ങനെ മാറ്റിയത്, നമ്മൾ ഇത് ഇപ്പോൾ ഇത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സ്പാൻഷൻ ഫോൾ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഇന്റഗ്രൽ 0 to infinity e raised to mx by x raised to പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞാൽ n/2 പ്ലസ് 1ഉം എം എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/2 ആയിട്ട് വരും. സോ ഇത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറ്റും, ഇതിന് നമുക്ക് എന്ത് പറ്റും, ഗാമ ഓഫ് n/2 പ്ലസ് 1/1/2 all raised to n/2 പ്ലസ് 1 എഴുതാൻ പറ്റും. സോ ഇവിടെ 1/2 all raised to n/2 ഉണ്ട്, ഇവിടെ 1/2 all raised to n/2 പ്ലസ് 1 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ 1/2 all raised to n/2 ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ ഒരു 1/2 ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഗാമ n/2 ഉണ്ട്, ഇവിടെ ഗാമ ഓഫ് n/2 പ്ലസ് 1. നമുക്കറിയാം ഗാമ ഓഫ് n-1 ആണ്. എന്താണ് ഗാമ ഓഫ് n-1 ആണ്, n ഇൻറ്റു ഗാമ ഓഫ് n ആണ് അല്ലേ. അപ്പോൾ നമുക്ക് n/2 പ്ലസ് 1 നമുക്ക് എന്താ പറ്റും, 2 ഇൻറ്റു n/2 ഗാമ ഓഫ് n/2. ഈ 2 പറഞ്ഞാൽ ഇവിടുത്തെ 1/2ൻ്റെ 2 ആണ്. n/2 ഇൻറ്റു ഗാമ n/2 ബൈ ഗാമ n/2. ഗാമ n/2 ക്യാൻസൽ ചെയ്യും, ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്യും, ബാക്കി നമുക്ക് ഒരു n വരും. ദാറ്റ് ഈസ് മീൻ ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു n. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേരിയൻസ് ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ. വേരിയൻസ് ഓഫ് chi-square നമുക്കറിയാം എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് chi-square ദി സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് chi-square ദി ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് chi-square നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് n ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് chi-square ദി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity chi-square ഹോൾ സ്ക്വയർ f of chi-square d chi-square. f of chi-squareന്റെ എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ chi-square ഹോൾ സ്ക്വയർ ഉണ്ടായിരിക്കും, ഇവിടെ chi-square all raised to n/2 minus 1 കൂടി നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പോൾ എന്ത് വരും, 1/2 all raised to n/2 ഗാമ n/2 ഇന്റഗ്രൽ 0 to infinity e raised to minus chi-square by 2 chi-square all raised to n/2 plus 2 minus 1 d chi-square. നേരത്തെ ഇതുപോലെ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പി എന്തായിട്ട് വരും, 1/2 വരും, എം പറഞ്ഞാൽ n/2 പ്ലസ് 2 ആയിട്ട് വരും. അപ്പോൾ 1/2 all raised to n/2 ബൈ ഗാമ n/2 ഇൻറ്റു ഗാമ ഓഫ് n/2 പ്ലസ് 2 ബൈ 1/2 all raised to n/2 പ്ലസ് 2 വരും. ഓക്കെ, ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊണ്ടുവരും. നമുക്ക് ഇവിടെ 1/2 all raised to n/2 ഉണ്ട്, 1/2 all raised to n/2 പ്ലസ് 2 ഉണ്ട്. ഇവിടെ 1/4 ഉണ്ടായിരിക്കും, ആ 4 മുകളിലേക്ക് പോകും. ഇവിടെ ഗാമ n/2 ഉണ്ട്, ഗാമ ഓഫ് n/2 പ്ലസ് 2. നമുക്ക് ഗാമ ഓഫ് n/2 പ്ലസ് 1 ഇൻറ്റു ഗാമ ഓഫ് n/2 ഇൻറ്റു ഗാമ ഓഫ് n/2 ആയിട്ട് ഇതാണ്. അപ്പോൾ ഗാമ n/2 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ n/2 പ്ലസ് 1 n/2 ബാക്കി ഉണ്ടായി ഇൻറ്റു 4 ഉണ്ടായിരിക്കും. നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക തരും n ഇൻറ്റു n പ്ലസ് 2 വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n വരും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് chi-square ഹോൾ സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n ആയതുകൊണ്ട് ദെർഫോർ വേരിയൻസ് ഓഫ് chi-square എന്തൊരു n സ്ക്വയർ പ്ലസ് 2n മൈനസ് n സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു n സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എന്ത് വരും, 2n വരും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് chi-square മീൻ ഈക്വൽ ടു n വരുന്നു, വേരിയൻസ് ഓഫ് chi-square ഈക്വൽ ടു 2n വന്നു. The mean of chi-square distribution is equal to the number of degrees of freedom n and its variance is 2n. അല്ലേ, മീൻ എന്താണ്, n ആണ്. അതായത് chi-square distribution നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെറ്റ്സ് ആണ്. അതിൻ്റെ chi-square distributionന്റെ മീൻ വരെ വേരിയൻസ് ആണ് 2 ഇൻറ്റു n ആണ്. If the degrees of freedom is given, chi-square distribution is completely different. Okay, then next ആണ് തേർഡ് വൺ ആണ് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ. മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് നമ്മൾ chi-square distribution ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ അതിന്റെ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ m chi-square of t equal to the expectation of e raised to t into chi-square വരും. that is integral 0 to infinity e raised to chi-square f of chi-square d chi-square വരും. that is integral 0 to infinity e raised to t chi-square 1/2 all raised to n/2 by gamma n/2 e raised to minus chi-square by 2 chi-square all raised to n/2 minus 1.
ഇവിടെ ഇ റേസ് ടു ടി കൈ സ്ക്വയറിൻ്റെ ഇവിടെ ഇ റേസ് ടു മൈനസ് കൈ സ്ക്വയർ ബൈ ടു രണ്ടുകൂടി ജോയിൻ ചെയ്ത് ഒന്നാക്കിയതാണ്. 1/2 ഓൾ റേസ് ടു n ബൈ ടു ഗാമ n ബൈ ടു നമ്മൾ പുറത്തെടുത്ത് എഴുതാൻ പറ്റും കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ബാക്കി എന്ത് വരും ഇ റേസ് ടു ഇന്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് കൈ സ്ക്വയർ ബൈ ടു 1 മൈനസ് 2t കൈ സ്ക്വയർ ഓൾ റേസ് ടു n ബൈ ടു മൈനസ് 1 d കൈ സ്ക്വയർ. ഇത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടുത്തെ m എന്ന് പറഞ്ഞാൽ എന്ത് വരും 1 മൈനസ് 2t ബൈ 2 വരും. p എന്ന് പറഞ്ഞാൽ എന്ത് വരും 1/2 വരും. ഓക്കെ p എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ 1/2 t ബൈ 2 വരും. ഓക്കെ m എന്ന് പറഞ്ഞാൽ n ബൈ 2 വരും. p എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2t ബൈ 2 വരും. ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം ഫംഗ്ഷൻ ആയിട്ട്. ഓക്കെ അപ്പോൾ എന്ത് വരും 1/2 ഓൾ റേസ് ടു n ബൈ 2 ബൈ n ബൈ 2 വരും. ഗാമ n ബൈ 2 ദാറ്റ്സ് ഈക്വൽ എന്ത് വരും ഗാമ n ബൈ 2 ബൈ 1 മൈനസ് 2t ബൈ 2 ഓൾ റേസ് ടു n ബൈ 2 വരും. ഇവിടെ 1/2 ഓൾ റേസ് ടു n ബൈ 2 ഇത് നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും 1 ബൈ 1 മൈനസ് 2t ഓൾ റേസ് ടു n ബൈ 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ എന്ത് വരും 1 മൈനസ് 2t ഓൾ റേസ് ടു മൈനസ് n ബൈ 2 വരും. കാരണം എന്താ ഇവിടെ 1/2 ഓൾ റേസ് ടു n ബൈ 2 ഉണ്ട്. ഇവിടെ 1/2 ഓൾ റേസ് ടു n ബൈ 2 ഉണ്ട്. ബാക്കി എന്താണ് 1/2 ഓൾ റേസ് ടു n ബൈ 2 ഉണ്ട്. ഇവിടുത്തെ ഗാമ n ബൈ 2 കാൻസൽ ചെയ്യും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് വരും 1 മൈനസ് 2t ഓൾ റേസ് ടു മൈനസ് n ബൈ 2. അപ്പോൾ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു 1 മൈനസ് 2t ഓൾ റേസ് ടു മൈനസ് n ബൈ 2. then നമുക്ക് വരുന്നതാണ് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ ഇഫ് chi1 square and chi2 square have independent chi-square distribution with n1 and n2 degrees of freedom respectively, then chi1 square plus chi2 square will have a chi-square distribution with n1 plus n2 degrees of freedom. അതായത് chi1 സ്ക്വയറും chi2 സ്ക്വയർ എന്താണ് chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ്. chi1 സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 ആണ്, chi2 സ്ക്വയറിന്റെ n2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കാണിക്കേണ്ടത് chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും n1 plus n2 ആയിരിക്കും. ഓക്കെ given chi1 square follows chi square with n1 degrees of freedom, chi2 square follows chi square with n2 degrees of freedom. അപ്പോൾ chi1 സ്ക്വയറും chi2 സ്ക്വയർ എന്നാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ്. n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. therefore m chi1 square of t equal to 1 minus 2t all raised to minus n1 by 2 വരും. m chi square 2 of t എന്ത് വരും 1 minus 2t all raised to minus minus n2 by 2 വരും. therefore m chi1 square plus chi2 square of t എന്ത് വരും m chi1 square of t into m chi2 square of t. since എന്താണ് chi1 സ്ക്വയറും chi2 സ്ക്വയറും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ m chi1 square of t നമുക്കറിയാം 1 minus 2t all raised to minus n1 by 2 ആണ്. m chi2 square of t എന്ന് പറഞ്ഞാൽ എന്താണ് 1 minus 2t all raised to minus n2 by 2 ആണ്. ദാറ്റ്സ് ഈക്വൽ നമ്മൾ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് വരും 1 minus 2t all raised to n1 plus n2 by 2 വരും. That is എന്താണ് which is a moment generative function of chi square variate with n1 plus n2 degrees of freedom. Hence chi1 square plus chi2 square follows a chi square distribution with n1 plus n2 degrees of freedom. Then our question notes ചെയ്താൽ if first one note if x follows normal distribution with mu sigma, then x minus mu by sigma follows normal distribution with 0 1. Okay, therefore x minus mu by sigma all square follows chi square with 1 degrees of freedom ആയിരിക്കും. Okay, second note x follows normal distribution with mu sigma, then x bar follows normal distribution with mu sigma by root 10, then x bar minus mu by sigma by root 10 all square follows a chi square with 1 degrees of freedom. For large values of n, the normal approximation may be used. The variate chi square minus n by root 2n is a standard normal variate. Therefore, z equal to chi square minus n by root 2n follows n of 0 1 as n tending to infinity by CLT. Okay. Then fourth one on the value of that cut off the upper right tail of chi square distribution is specified by the number of degrees of freedom have been calculated. ഓക്കെ അപ്പോൾ തേർഡ് വണ്ണിൽ CLT എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടായിരിക്കും. ഓക്കെ ക്ലിയർ. ഇപ്പോൾ മൊമെന്റ് ജനറേറ്റിംഗ് chi square ഡിസ്ട്രിബ്യൂഷൻ എന്താ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പറഞ്ഞു, മീൻസ് പറഞ്ഞു, വേരിയൻസ് പറഞ്ഞു, അഡിറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ പറഞ്ഞു. ഓക്കെ